സക്സസ്ഫുള്ളി റീച്ച്. പാവന്റെ കുട്ടി നോക്ക്, ഹർഷികന്റെ ഫേസ് നോക്ക് സിഗ്മ. ഹർഷിക ഇത്രയും മൂഡ് ഔട്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മൂഡ് ഔട്ട് അല്ല, ഇപ്പൊ വിശക്കുന്നുണ്ട്, നമ്മള് രാവിലെ ഒന്നും കഴിച്ചില്ല. ഇതിപ്പോ കാണുമ്പോ എനിക്ക് കുഴപ്പമില്ല. ഇനി ഇവിടെ ഫോണായോണ്ട് ഇത് കൊണ്ട് വീഡിയോ ഇടുമ്പോ വൃത്തിയേടാവും. ഇല്ല പ്രോയാ റിയൽമി 5G ഓളെ ചിരി അലസ, അതുകൊണ്ട് നമുക്ക് വൃത്തിയിലെടുക്കും. ഇല്ല, അതൊന്ന് കോമഡി എടുക്കുമ്പോ വൃത്തികേടായിട്ട് എടുക്കുള്ളൂ. അങ്ങനെയല്ലേ, ഞാൻ അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കും, അടിപൊളിയായിട്ട് എടുക്കും. അതില്ല ഞാൻ പറഞ്ഞത്, എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ 2 ഫോട്ടോസ് അടിപൊളിയായിട്ട് എടുത്തത് അവളാ. പക്ഷെ വീഡിയോ എടുക്കുമ്പോ എങ്ങനെ കറച്ച് വൃത്തിയിട്ടല്ല ആംഗിൾ എടുക്കാം. ശരിക്കും ഞാൻ വ്ലോഗ് ഉണ്ടാക്കിയില്ല. ഇത് 3-ാമത്തെ ദിവസം ഗോവയില്, 3 ദിവസമായി. നമുക്ക് രാത്രി പ്രേതപ്പടം കാണാം. കാണുമോ? ആ, ഞാൻ ഫുൾ നെറ്റ്ഫ്ലിക്സ് ആയിട്ട് റെഡി വരും. പക്ഷെ ഹർഷിക ഞാൻ പറയാം, ആദ്യം മുതല് എക്സ്പെക്ടേഷൻ എല്ലാം കണക്കാണ്. ഇതാണ് എനിക്ക് ഈ ഗ്രെയിൻസ് ഉള്ള വീഡിയോ ഉണ്ട്. ആദ്യം തൊട്ട് ഫുള്ള് പറയാം. ലൈക്ക് എന്നാണ് നമ്മുടെ നോർത്ത് ഗോവയിലെ ലാസ്റ്റ് ഡേ, നമ്മളിവിടെ ഫൈനലി ഇവിടെ ഇരിക്കുക. ഫുള്ള് സത്യം പറയാം, എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. ഞാൻ കൂറയാണെങ്കിൽ അതൊക്കെ പറയും. ഇല്ല, ആദ്യം മുതല് പറയണം. വണ്ടി കേറിയ മുതല് അങ്ങനെ ട്രെയിൻ വരുന്ന സമയം തൊട്ട് എന്റെ മുഖത്തൊരു ഇങ്ങനെ ഒരു ക്രിഞ്ച് ചിരിണ്ടായി. അങ്ങനെ പോവാന്നുള്ളൊരു സാധനം. എന്നിട്ട് ഞാനിങ്ങനെ വണ്ടി കയറിയിരുന്നപ്പോ ആരും ഇല്ലേനു, ഒക്കെ വയസ്സന്മാര്. അത് കുറച്ച് ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു ആക്ച്വലി. ആൾക്കാർ ഇപ്പൊ യങ് ആയിട്ടുണ്ട് വെച്ചിട്ട് ഞാൻ ഓരെ പോയി സംസാരിക്കുന്നില്ല, പക്ഷെ കാണാൻ കണ്ണിനൊരു കുളിർമ അതുണ്ടായില്ല. എല്ലാരും വയസ്സന്മാരായിരുന്നു. ശരിയെന്നോ, എനിക്കത് തോന്നിയിരുന്നു കേറിയപ്പോ തന്നെ. എന്നിട്ട് നമ്മൾ കുറച്ചേരം ഞങ്ങൾ വളരെയധികം പ്ലാൻഡായി വന്നതുകൊണ്ട് തന്നെ അടുത്ത ദിവസം എന്ത് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ പോയി. 1 മാസം മുമ്പൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ പോയിരുന്നു പ്ലാൻ ചെയ്യാൻ. എന്നിട്ട് പ്ലാനിങ് നടന്നില്ല. അവള് ഫോണിലും ഞാൻ ഫോണിലും കുറച്ചായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു ദിവസം നമ്മൾ നോക്കി എങ്ങനെ വേണ്ടേ എന്നുള്ള സംഭവമൊക്കെ ആക്കി. എന്നിട്ട് നമ്മൾ രാവിലെ 5:15 എത്തി സ്റ്റേഷനിൽ. ഇത് എത്ര മിനിറ്റ് എടുക്കും? തിരിച്ചു വന്നിരിക്കുന്നു. This is so nice. This is so red. This is so reddish, but it's okay. ഇതിങ്ങനെ ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. Yes. എന്റെ ബാഗ് മൊത്തം തുറന്നു. This is Goa, guys. No one cares. Oh my god. അത്രയ്ക്ക് ലൈറ്റ് വേണം. എന്റെ കുട്ടീന്റെ തല്ലൊന്നും കാണാത്തത്. ഞാൻ പറയട്ടെ, എൻ്റെ ഒപ്പം പഠിക്കുന്ന 3 പേർക്ക് ഇതിങ്ങനെ വെച്ച കൊള്ളാം. ഐഫോൺ തന്നെ കാണാൻ കൊള്ളാം. നീ പണ്ടേ ഭംഗിയല്ലടാ, ഇത്രയും കെയർലെസ് ആയിട്ട് ഐഫോൺ നോക്കുന്നേ. ശിവാനി, നീ ഒന്നുമല്ല. പിന്നെ നമ്മൾ എന്താ പറയാൻ പോണേന്ന് വെച്ചാൽ ഗൈസ്, നമ്മളെവിടെ എത്തി? ആരംഭൂൾ റൂഫ് ടോപ്പ് ഹോട്ടൽ നമ്മുടെ സ്വന്തമായി മാറി. എൻ്റെ സേഫ് പ്ലേസ്, എൻ്റെ ഹോംലി വൈവാണ്. 3 ദിവസം ആയിട്ടുള്ളൂ കേട്ടോ ഇവിടെ എത്തിയിട്ട്. പക്ഷെ ഇപ്പോഴേ ഹോമാണ്. അവിടുത്തെ ആകാശ് ഭയ്യ, ഹീസ് സോ നൈസ്. നമ്മളെപ്പോൾ കണ്ടാലും മുമ്പിൽ വന്നിട്ട് കോയി ദിക്കത്ത് നെയ്യനാ അഗരേത്ത് പോലോ എന്നൊക്കെ വന്ന് പറയും. ഇറ്റ്സ് സോ സ്വീറ്റ്. മുമ്പിൽ കണ്ടാ പറയുന്നത്. ഹീസ് സോ നൈസ്. പ്രഭാതും കൊള്ളാം. പ്രതാപല്ലേ? മൂപ്പരാണ് ഹോസ്റ്റ് ചെയ്യുന്നതാണ്. മൂപ്പരും കൊള്ളാം. Airbnb guys. യെസ്, നൈസ്. നമ്മള് ഇതിന് നല്ല റൂമായിരുന്നു. ഇപ്പം 2 സ്വിച്ച് ചെയ്ത 2 റൂമും അടിപൊളി റൂമാണ്. കൊള്ളാം, നന്നായിരുന്നു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ 2 hours നമ്മൾ ലോഞ്ചിലൊക്കെ ഇരുന്ന് ഉറങ്ങി ഒക്കെ ആക്കി. ഭയങ്കര അവിടുന്ന് ഭയങ്കര എനിക്കിങ്ങനെ ഇവിടെ എത്തിയാൽ മതി എന്ന് തോന്നിയായിരുന്നു. പക്ഷെ എത്തിയപ്പോൾ അത് കുറച്ച് ലാഗായിപ്പോയി.
ട്രെയിനും ലാഗായി. പക്ഷെ ട്രെയിൻ കുഴപ്പമുണ്ടായിരുന്നില്ല, അവിടുന്ന് വരുന്ന ട്രെയിൻ കുഴപ്പമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബസ് കറക്റ്റ് ടൈമിന് കിട്ടി. അതെ, ബസ് കറക്റ്റ് ടൈമിൽ കിട്ടി. അതാ ശരിയാ, കൊള്ളായിരുന്നു. ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ എനിക്കൊന്ന് തോന്നിയിരുന്നു, ഇവിടെ ആയിരിക്കും നിൽക്കുക എന്നുള്ളൊരു സംഭവം. കാരണം ഭയങ്കര ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. ബിൽഡിംഗ് റൂം എന്നല്ല, നമ്മൾ ഉള്ളിലോട്ടുള്ള സ്ഥലമാണ് തോന്നി. പക്ഷെ ഉള്ളിലോട്ടല്ല ഗൈസ്, നമുക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നി ഉള്ളിലോട്ടുള്ള സ്ഥലം. ഈശ്വരി പട്ടിക്കാട്ടിലൊക്കെ നിന്നിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ അല്ല, ഇത് ഭയങ്കര അടുത്താ. ഇവിടെ അടുത്ത കണ്ട ബീച്ച്, ഞങ്ങൾ തൊട്ടടുത്ത റൂഫ് ടോപ്പ്. എന്നിട്ട് നമ്മൾ ഭ്രാന്തായി ശരിക്കും ആൾക്കാരില്ലേ. ഗോവ. എന്നിട്ട് നമ്മൾ ഗാർഡൻ ഓഫ് ഡ്രീംസിൽ പോയി. ദാറ്റ് വാസ് നൈസ് ഗൈസ്. ഗോവയിൽ പോകാൻ നോക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ആ ഗാർഡൻ ഓഫ് ഡ്രീംസിൽ പോവാം. അവിടെ തിന്നണം നിർബന്ധമില്ല, പക്ഷേ ഒരു ലാപ്പും കൊണ്ടിരുന്നാൽ മതി. ഒരു ലാപ്പും കൊണ്ടിരുന്നാൽ മതി. നല്ല ആംബിയൻസ്, നല്ല ആംബിയൻസാ. ഒരു ഈവനിങ് സമയത്തൊക്കെ പോകണം. നമ്മൾ നട്ടുച്ചയ്ക്ക് പോയാ, ഞങ്ങൾ എല്ലാവരും നട്ടുച്ചയ്ക്കാണ് പോകുന്നത്. നമ്മുടെ ടൈമിങ് കുഴപ്പമില്ല. അവിടെ ഇരുന്നപ്പോൾ അകത്തൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് പക്ഷെ വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ ഒരു ഉഗ്ര സാധനം മേടിച്ചു. ഷവർമാന്ന് പേരില് ചപ്പാത്തില് 4 ചിക്കൻ, ബീട്രൂട്ട് ചപ്പാത്തില് 4 സാധനം കട്ട് ചെയ്താൽ കിട്ടിയിരിക്കുക. പച്ചക്കറി മൊത്തം ഉണ്ട് അതിൻ്റെ അകത്ത്. ഇല്ല, പക്ഷെ അത് മീറ്റ് അത്യാവശ്യം ഉണ്ട്. പക്ഷെ ഷവർമാന്നൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര ഇതാ. പക്ഷെ നല്ല ആംബിയൻസ് ആണ് ഗൈസ്. നിങ്ങൾക്ക് ആംബിയൻസ് അറിയണമെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ മൈ ഇൻസ്റ്റാ ഹാൻഡിൽ ഹർഷിക മലയാളി. പ്രൈവറ്റാ, ധൈര്യമായിട്ട് റിക്വസ്റ്റ് അയച്ചു വാട്സ്ആപ്പ് ടിവിയില്. ആരെ കാണാൻ? ഞാനൊക്കെ തന്നെ അല്ലേ ഇത് കാണാം. പിന്നെന്താ ഗൈസ്, ഫസ്റ്റ് ഡേ അങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ആരംഭം നമ്മളിവിടെ ബീച്ചിൽ വന്ന് കുറച്ചേരി. പക്ഷെ നമ്മള് പെട്ടെന്ന് തന്നെ ഒന്ന് പോയി. അധികം നേരം ഇരുന്നില്ല, ഞങ്ങൾ പെട്ടെന്ന് പോയി. കാരണം എനിക്ക് ക്ഷീണമായി. ലാവിഷ് ഞങ്ങളുടെ അടുത്ത ഹോമിൻ, അതായത് ആഫ്റ്റർ റൂഫ് ടോപ്പ് നമ്മുടെ അടുത്ത ഹോം ഇസ് ലാവിഷ്. അഫോർഡബിൾ ഫുഡാണ്. പക്ഷെ അന്ന് ആരംഭോൾ ബീച്ച് വന്നപ്പോൾ എനിക്ക് ഇത്രയും സന്തോഷം തോന്നിയില്ലേ. ഇന്ന് എന്തുകൊണ്ടാ തോന്നുന്നത് വെച്ചാൽ 3 കിലോമീറ്ററിൽ എത്തേണ്ട സ്ഥലം 10 കിലോമീറ്റർ പോയിട്ടും എത്തിയില്ല. ബിക്കോസ് ആരാ മാപ്പ് നോക്കിയേ? ഞാൻ മൊത്തം എനിക്ക് അധികം ഒന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പേടിച്ച് മിണ്ടാണ്ടിരിക്കുന്നു. ഇപ്പൊ ഒന്നും പറഞ്ഞില്ല, ഇനി പറയിപ്പിക്കണ്ട വിചാരിച്ചിട്ട്. 3 കിലോമീറ്റർ ഉണ്ടായിരുന്നല്ലോ ഗൈസ്. എന്നിട്ട് അതല്ല കോമ്പടി, 10 കിലോമീറ്റർ എത്തിയപ്പോൾ സ്ഥലത്തില്ല. എന്നിട്ട് ഞങ്ങൾ അതേപോലെ തിരിച്ചു വന്നു. അത്യാവശ്യം അടിപൊളി, അതായത് സ്ഥലം ബ്യൂട്ടിഫുൾ. നമ്മളാ പോയ റോഡ് ഇസ് ആക്ച്വലി വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര ഗ്രീനറി ഒക്കെ ആയിട്ട് ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റോഡായിരുന്നു. പക്ഷെ സിൻസ് നമ്മൾ ഗേൾസ് ആയതുകൊണ്ടും സിൻസ് ഇത് ഗോവ ആയതുകൊണ്ടും സിൻസ് നമ്മൾ 2 പേര് മാത്രം വന്നതുകൊണ്ടും നമുക്കത് ക്രീപ്പി ആയിട്ട് തോന്നും. യെസ്, അതായത് ഞാൻ എന്തായിരുന്നു സംസാരിക്കണ്ടല്ലോ വലിയ ഇതില്. നമ്മള് ലാവിഷി പോയിട്ട് നമ്മൾ അന്ന് മുതൽ പഠിച്ച കുറേ ലെസൺസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ഫ്രൈഡ് റൈസ് മേടിച്ചു. യെസ്, അതായത് നമ്മൾ ഫ്രം ഡേ 1 തൊട്ട് നമുക്ക് പറ്റുന്ന അമളികളൊക്കെ ലെസൺസ് ആയിട്ട് നമ്മളെ ഗ്രൂപ്പിലിട്ടായിരുന്നു. അപ്പോൾ ലെസൺ നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദോശ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കയറി അങ്ങ് ഓർഡർ ചെയ്തു. മലയാളി തന്നെ, പക്ഷെ വായിൽ വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചതായിരുന്നു ആദ്യം പഠിച്ചത് മറ്റേ അറിയില്ല, ചെക്ക് ചെയ്തരാം, അതുവരെ ഇവിടെ പറഞ്ഞുതരും. നമ്മളപ്പോൾ ലാവിഷി പോയിട്ട് ഒരു ഫ്രൈഡ് റൈസ് മേടിച്ചിരുന്നിട്ട് അത് പക്ഷെ നമ്മൾ ഹാഫ് ആക്കിയപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് പറഞ്ഞു. അപ്പൊ പിന്നെ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ വയറ്റിൽ കൊക്കപ്പുഴുണ്ട്. എൻ്റെ ജിമ്മ് ഞാൻ മറന്നു, എല്ലാം മറന്നു. തീറ്റ എന്നൊക്കെ പറഞ്ഞാൽ ഇഫ് യു ആർ എ ഫുഡി, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് മെസ്സേജ് മീ ഇൻ മൈ ഹാൻഡിൽ DM. മെസ്സേജ് മീ ഇൻ ഹാൻഡിലാണല്ലേ ഹർഷിക മാലിന്യ. ഇത് കാണുന്ന ഇനിയിപ്പോ ഇൻബോക്സ് ഒക്കെ എങ്ങനെയായിരിക്കും? എന്താ ചെയ്യാ, ഏതാ നോക്കിയ കുറെ നേരല്ല വളവളാന്ന്. 4 കുഴപ്പമില്ല, നമുക്കറിയാം. എന്നിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മള് റൂബി പോയി. അന്ന് കൊറേ പണിയുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പെട്ടെന്ന് കിടന്നുറങ്ങി.
പെട്ടെന്ന് ഗൈസ് 10:30 മുന്നേ ഇവിടെ കിടന്നുറങ്ങി ഫ്ലാറ്റ്. കാരണം എന്താ നമ്മൾ ഫസ്റ്റ് ലെസൺ എന്ന് പറഞ്ഞാൽ മെനു മൊത്തം നോക്കിയിട്ട് ഓർഡർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നു. നമ്മൾ ഫുള്ള് നോക്കിയില്ല, അത് ഫുള്ള് നമ്മൾ നോക്കിയില്ല. അതുകൊണ്ട് നമ്മളത് സെക്കൻഡ് ലെസൺ എന്ന് പറഞ്ഞാൽ എല്ലാം ആദ്യം കുറച്ച് വാങ്ങി ട്രൈ ചെയ്യാൻ. അത് നമ്മൾ ഇവിടുന്ന് പഠിച്ച ലെസൺ, ഇവിടെ ഗാർഡൻ ഓഫ് ഡ്രീംസ് പഠിച്ചത്. ബിക്കോസ് നല്ല അലമ്പ് ഷവർമ്മയായിരുന്നു. ഇത് അലമ്പായ നമ്മള് അഞ്ജലീനെ അവിടെ വന്ന് തല്ലുന്നതാണ്. ഏത്? ഇത് രണ്ടെണ്ണോ പറഞ്ഞു. അതെ. പിന്നെ നമ്മൾ പേഴ്സിൽ അല്ലാണ്ട് പൈസ സൂക്ഷിച്ച് വയ്ക്കണം. അത് ഞാൻ പഠിച്ച ലെസണാണ്. 500 രൂപ ഞാൻ കൊണ്ടു കളഞ്ഞു. ഈ ആരംബോൾ ബീച്ചിന്റെ മണ്ണിന്റെ അടിയിൽ ഉണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ 500 രൂപ. എന്നിട്ട് പ്രാർത്ഥിക്കണം എന്താ, നല്ല ആൾക്കാരുടെ കയ്യിൽ കിട്ടിയാ മതി. ഞാൻ ഉദ്ദേശിച്ചത് അർഹിക്കുന്ന ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ ഓക്കെ, 500 അവർക്ക് എന്തെങ്കിലും ആവാലോ എന്നാ ആലോചിച്ചൊക്കെ. ഓൾറെഡി വലിയ റിച്ചാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തവന് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, യൂസ്ഫുൾ ആവില്ലല്ലോ പൈസ. അപ്പം ഐ തോട്ട് പാവപ്പെട്ട എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഗ്രേറ്റ് മൈൻഡ് അല്ല, അങ്ങനെ റിച്ച് ആയാൽ പിന്നെ എൻ്റെ പൈസ കൊണ്ട് റിച്ച് ആവണ്ടാന്ന്, തിന്നണ്ടാന്ന്. പാവപ്പെട്ടവർ തിന്നോട്ടെ, കുഴപ്പമില്ല. പൈസ പാവപ്പെട്ടവർ അങ്ങനെ എടുക്കുമോ? പാവപ്പെട്ടവർ പാവങ്ങളല്ലേ എടുത്തോട്ടെ. അതാണ്, പാവപ്പെട്ടവർക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, അല്ലാത്തവർക്കുണ്ടാവും. ഞാൻ പറയട്ടെ, അവിടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു മലയാളികളാണ് സംശയം. അത് നമുക്ക് വട്ടായിട്ട് നോക്കണമെന്ന് അറിയില്ല, കുറെ നേരമായി നോക്കണം. ആ ചേച്ചി അതായത് ഗ്രീൻ ഡ്രസ് ഏതാ, കുറെ നേരമല്ലോ കലവില്ല. അയ്യോ, അത് ആ ചേച്ചി എന്നെ പറ്റി വിചാരിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അടുത്ത ഓരോരുത്തർ വന്ന് നോക്കണ്ട്. കുറച്ച് റെക്കോർഡ് ചെയ്യാം. ബൈ, അതുവരെയ്ക്കും ബൈ. ഹൗ ടു ഈറ്റ് ബർഗർ. ഞാൻ ഇങ്ങനെ കഴിക്കാറ്. ദിസ് ഈസ് ടു ബിഗ്. ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെ കഴിക്കല്? ഒന്നും പറയില്ല. ചോളും അങ്ങനെ കഴിക്കണേ. ഇതൊന്നും നീങ്ങാത്തെ. ഞാൻ പതുക്കെ, ഞാൻ പ്രൈസ് നോക്കുന്നത്. റിവ്യൂ പറ. എന്താ റിവ്യൂ പറയണ്ടേ? ഇതിന്റെ എൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ പോയത് കണ്ടിട്ട് മനസ്സിലായില്ലേ? അടിപൊളി, വലിച്ചു വരുത്തുന്നായിരുന്നു. ഇതുവരെ തീർന്നില്ല. തീർന്നു. ഇനിയിപ്പോൾ ഇതും കൂടിയേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ കഴിച്ചു കഴിഞ്ഞു. അവളിപ്പോഴാണ് കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചു. ഞാനൊരു അരമണിക്കൂർ മുന്നേ കഴിച്ചു കഴിഞ്ഞു. ശരി, ഒന്നും കൂടി ഇത് പറയോ? എന്താ ഇപ്പൊ പറഞ്ഞതൊന്നുകൂടി പറയോ? ഐഫോൺ വെച്ചിട്ട് നമ്മളിങ്ങനെ വലിയ സംഭവമാക്കി കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും ഐഫോൺ ഡിസേർവ് ചെയ്യുന്നില്ല. നമ്മൾ അത്രയും കെയറും കാര്യങ്ങളൊന്നും. ഏത് നേരം നോക്കിയാലും സ്പേസും പോവും, തേങ്ങയില്ല, ആവശ്യത്തിനുള്ള സമയത്തൊന്നും കിട്ടൂല. എന്റെ ബാക്കി പൈസ ഒന്നും വെച്ചിട്ടില്ലല്ലോ. ഇല്ല, ഐഫോൺ ഡസൻ ഡിസേർവ് ദാറ്റ് മച്ച് ലവ്. സോ ഇരട്ടി ഉരുട്ടി മറിച്ചിട്ടാലും പ്രശ്നമില്ല. കഴിഞ്ഞല്ലേ? ഇപ്പൊ ജസ്റ്റ് ഒന്ന് മണ്ണിലിട്ടതാ. സൺബാത്ത് എന്നല്ല, സാൻബാത്ത്. ജൂപ്പിറ്റർ, ഇത് ഇവിടെ ഒരു സാറ്റേൺ ഉണ്ട്, അതത്ര കാണുന്നില്ല. ബട്ട് അവിടെ എവിടെ ആദാ, ഇതേതാ? വീനസ് ഇവിടെ കാണും.